അപ്പോൾ ഈ കഥാകഥനത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന കഥ ഒരു മനുഷ്യനെ പറ്റിയല്ല, പകരം മറ്റൊരാളെ പറ്റി. ഓ അത് ശരി. ആ കഥ അങ്ങ് നടക്കുന്നത് മൂന്നാറിലാണ്. മൂന്നാറിന്റെ സ്ഥലം. അതെ അതെ. അപ്പോൾ ഈ കഥയിലെ നായകൻ ഒരു കാട്ടുകൊമ്പനാണ്. നായകന്റെ തലയെടുപ്പോടെ വിലസിയ പടയപ്പ ഇപ്പോൾ വില്ലനായി മാറുകയാണോ എന്നാണ് മൂന്നാറിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ആളുകൾക്കും ഒരു പരിധി വരെ അതിൽ പങ്കുണ്ട്. കാണാം മൂന്നാറിലെ പടയപ്പയുടെ ആ കഥ. കഥാകഥനം ആരംഭിക്കുന്നു. അതെ. 1999 പുറത്തിറങ്ങിയ പടയപ്പ എന്ന തമിഴ് സിനിമയ്ക്ക് ശേഷമാണ് മൂന്നാറിലെ കാട്ടാനയ്ക്ക് ആ പേര് ചാർത്തി കിട്ടുന്നത്. സിനിമയിലെ നായകനെ പോലെ വീരപരിവേഷം, നടത്തത്തിലും എടുപ്പിലുമെല്ലാം ഒരു പ്രത്യേക സ്റ്റൈൽ. അതിലേറ്റവും ആകർഷണം നീളമുള്ള വളഞ്ഞ കൂർത്ത കൊമ്പുകളാണ്. ആരെയും ആക്രമിക്കാത്ത ശാന്തനായ കാട്ടാന. അതാണ് പടയപ്പയെ എല്ലാവരുടെയും പ്രിയങ്കരനാക്കിയത്. മറ്റ് കാട്ടാനകൾ അക്രമങ്ങൾ നടത്തുമ്പോഴും ആളുകളെ കൊലപ്പെടുത്തുമ്പോഴും പടയപ്പ നാടിന് പ്രിയങ്കരനായി തന്നെ തുടർന്നു. എപ്പോഴും വാർത്തകളിൽ നിറയുന്ന പടയപ്പ ഒരിക്കൽ പോലും ആളുകളെ കൊലപ്പെടുത്തിയതിന്റെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പടയപ്പ അത്ര ശാന്തനല്ല. ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടയുന്നു. കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. അതിനൊരു പരിധിവരെ ആളുകൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനെ കണ്ടാൽ തന്നെ ഇപ്പൊ ഭയങ്കര പേടിയാണ്. ഫോറസ്റ്റുകാർ അപ്പോൾ തന്നെ വന്നു, ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട്. അവർ പറഞ്ഞത് പഴയപ്പോഴാണെങ്കിൽ ഇപ്പൊ മതപ്പാടുള്ളത് കൊണ്ട് ഒന്ന് സൂക്ഷിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പേടിയാണ് ഇപ്പോൾ. 2 വർഷത്തിനിടയിലാണ് പടയപ്പയ്ക്ക് അക്രമകാരി എന്ന പട്ടം ചാർത്തി കിട്ടുന്നത്. അതുവരെ നായകനായിരുന്ന കാട്ടാന പെട്ടെന്ന് വില്ലനായതുപോലെ. പടയപ്പയെ മനഃപൂർവ്വം ആളുകൾ പ്രകോപിപ്പിക്കുന്നതാണ് അക്രമ സ്വഭാവത്തിന് കാരണമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ആനയെ പ്രകോപിപ്പിക്കുന്ന നടപടി ഇപ്പോഴും ആളുകൾ തുടരുന്നുണ്ട്. പടയപ്പ ഗൂഡർല മേഖലയിലാണ് തമ്പടിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ഗൂഡർല ഹൈസ്കൂളില് SLC പരീക്ഷ നടക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് അപ്പം ഈ ആന സ്കൂളിനടുത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് RRT ടീം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പടയപ്പ ഇപ്പോൾ മതപ്പാടിലാണ്. അതിന്റെ അക്രമ സ്വഭാവം അത് കാണിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാനക്കൂട്ടത്തോടൊപ്പം ചേർന്നതുകൊണ്ട് കുറച്ച് ശാന്തനാണ്. മതപ്പാട് മാറിയാലും RRTയുടെ പ്രത്യേക നിരീക്ഷണം പടയപ്പയുടെ മേൽ വനം വകുപ്പ് നടത്തും. മനഃപൂർവ്വം ആളുകൾ പടയപ്പയെ പ്രകോപിപ്പിക്കുന്ന നടപടി ഉണ്ടാകാതിരിക്കണമെന്ന് കർശനമായ നിർദ്ദേശം വനം വകുപ്പ് നൽകിയിട്ടുമുണ്ട്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ഒരുപാട് ടൂറിസ്റ്റുകൾ പടയപ്പയെ ഉപദ്രവിക്കുന്നുണ്ട്. അവർക്ക് ഒരു കാട്ടാനയാണെന്നുള്ള ചിന്ത പോലും മാറിയിരിക്കും. വിനോദസഞ്ചാരികളാണ്, വിനോദത്തിനായിട്ട് വന്നിട്ട് പക്ഷെ ജീവിക്കാൻ വേണ്ടി പാടുപെടുകയാണ് പടയപ്പ. അവിടെ ഈ ജീപ്പ് ഓടിക്കുന്നവര് ഈ പടയപ്പ ഒരു ടൂറിസ്റ്റ് ഉപകരണം എന്ന മട്ടില് സെൽഫി എടുക്കുക, അതിനെ ഹോൺ അടിച്ച് പ്രകോപിപ്പിക്കുക. കാട്ടാന മനുഷ്യ സംസർഗം ഒട്ടും ഇഷ്ടമല്ലാത്ത ജീവിയാണ്. അതിന്റെ ഒരു സേഫ് സ്പേസ് ഉണ്ട്. അതിനകത്തോട്ട് ആള് പോയി കഴിഞ്ഞാൽ പേടിപ്പിക്കുന്നതല്ല, കൊല്ലാൻ വേണ്ടി ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ. അപ്പൊ നിരന്തരം അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് വല്ലാത്ത